ഇത് നമുക്ക് മസാല കപ്പലണ്ടി ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നല്ല ക്രഞ്ചി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കാന്ന്. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 200 ഗ്രാം കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വറുക്കാത്ത കപ്പലണ്ടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് കടലപ്പൊടിയാണ്. കടലപ്പൊടി 6 ടേബിൾ സ്പൂൺ കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ കടലപ്പൊടിയുടെ പകുതി വേണം അരിപ്പൊടി. അരിപ്പൊടി 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ പുട്ട അല്ലെങ്കിൽ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കണം അരിപ്പൊടി എടുത്താൽ മതി. ഞാനിവിടെ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചാണ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അത് വറുത്ത അരിപ്പൊടി ആയിരുന്നാലും കുഴപ്പമില്ല, വറുക്കാത്ത അരിപ്പൊടി ആയിരുന്നാലും കുഴപ്പമില്ല. പിന്നെ വലിയ ജീരകം വേണം. അത് ഞാനിവിടെ 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മുളകിൻ്റെ പൊടി വേണം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഇതേപോലത്തെ ഒരു 4 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് ചതച്ചിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ ചേർക്കണം. പിന്നെ കായത്തിൻ്റെ പൊടി വേണം. കായത്തിൻ്റെ പൊടി ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് പൊടിക്കാണ്ട് മുഴുവനായിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. ഈ കടലപ്പൊടിയും പിന്നെ ഈ അരിപ്പൊടിയും ഈ കപ്പലണ്ടിയിൽ ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും വേണം. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കുക. ഈ പെരുംജീരകം ഒന്ന് പൊടിച്ചെടുക്കുക. അങ്ങനെ നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണമെന്നില്ല, ചെറിയ തരിയോട് കൂടിയിട്ട് പൊടിച്ചെടുത്താൽ മതി. അതേപോലെ ഇങ്ങനെ ഫ്രഷായിട്ട് പൊടിച്ചിട്ട് ചേർക്കാം. അപ്പോഴായിരിക്കും നല്ല സ്മെല്ലുണ്ടാവുക. ഈ വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടിയിട്ടൊന്ന് ചതച്ചെടുക്കുക. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. ഇതിലേക്ക് 200 ഗ്രാം കപ്പലണ്ടി ചേർക്കുക. 6 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർക്കുക. കപ്പലണ്ടിയുടെ പുറത്ത് നല്ലൊരു തിക്ക് കോട്ടിങ് വേണം. അതനുസരിച്ചിട്ടാണ് കടലപ്പൊടിയും അരിപ്പൊടിയും ചേർക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് അത് അതേപോലെ അങ്ങോട്ട് കോട്ടിങ് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് കടലപ്പൊടിയും പിന്നെ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് അരിപ്പൊടി ചേർക്കുക. നിങ്ങളെല്ലാവരും കറക്റ്റായിട്ടുള്ള അളവിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കറക്റ്റായിട്ടുള്ള അളവിൽ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടി ചേർക്കുക. പെരുംജീരകം പൊടിച്ചത് ചേർക്കുക. കായത്തിൻ്റെ പൊടി ചേർക്കുക. കായത്തിൻ്റെ പൊടി ഞാനിതിലേക്ക് 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ചേർക്കുക. ചതച്ച് വെച്ചേക്കണ വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് മിക്സായി കഴിഞ്ഞിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്തിട്ടെടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ വെള്ളം തെളിച്ച് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറേശ്ശെ വെള്ളവും തെളിച്ച് കൊടുക്കുക. വെള്ളം തെളിച്ച് കൊടുത്തിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഈ കൈയുടെ വിരൽ മാത്രം വെച്ചിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഈ കൈയുടെ നമ്മുടെ ഉള്ളിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ ഇത് ആകെ കൈ മുട്ടി പിടിക്കും. ഇതിലേക്ക് കുറേശ്ശെ വെള്ളവും തെളിച്ച് കൊടുക്കുക. കാരണം ഈ കടലപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ കൈമ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കും. ഇത് കപ്പലണ്ടിയും ഈ കടലപ്പൊടിയും പിന്നെ അരിപ്പൊടിയും ഇതേപോലെ ഇങ്ങനെ പിടിച്ചിരിക്കണം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്തും ഇതിങ്ങനെ ഓരോന്നും ഇങ്ങനെ ആയിട്ടിടണം. എല്ലാം കൂടിയിട്ട് ഒരുമിച്ചാണ് ഇടരുത്. കൈ കൊണ്ട് ഇതേപോലെ ഇങ്ങനെ പിരിപ്പിച്ച് ഇങ്ങനെ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വറുത്തെടുക്കുക.
ഇത് ഇതേപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഇതേപോലെ മിക്സ് ചെയ്ത വഴിക്ക് തന്നെ ഇത് നമുക്ക് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ വറുത്തെടുക്കാനുള്ള ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഈ കപ്പലണ്ടി ചേർക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കയ്യിൽ നമ്മളെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇടണം. കയ്യിൽ ഇതേപോലെ ഇങ്ങനെ കുറച്ച് കൂടുതൽ എടുക്കാണ്ട് ഇതേപോലെ ഇങ്ങനെ പിരിപ്പിച്ചിടാം. അത് ഓയിലിലേക്ക് ഇടുമ്പോൾ കൈ കുറച്ച് താഴ്ത്തിയിട്ട് ഇടാം. ഇങ്ങനെ പൊന്തിച്ചിട്ട് ഇട്ടുണ്ടെങ്കിൽ കൈമേക്ക് എണ്ണ തെറിക്കും. മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് വെള്ളം എങ്ങാനും കൂടിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ പിരിപ്പിച്ചിട്ട് ഇടാൻ വേണ്ടി പറ്റില്ല. അതെല്ലാം കൂടിയിട്ട് ഭയങ്കരമായിട്ട് കട്ട പിടിച്ചിരിക്കും. തീ പതുക്കൊന്ന് കുറച്ച് വയ്ക്കാം. കാരണം ഇത് നമ്മളിങ്ങനെ പിരിപ്പിച്ചിട്ട് ഇട്ട് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങോട്ട് മുരിഞ്ഞു പോകും. കാരണം ഈ കപ്പലണ്ടിയും കൂട്ടിയിട്ട് നമുക്കൊന്ന് മുരിഞ്ഞ് കിട്ടണം. അപ്പോൾ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. അല്ലെങ്കിൽ പുറത്തെ കോട്ടിങ് മാത്രമേ അങ്ങോട്ട് മുരിയുള്ളൂ. കപ്പലണ്ടി നമുക്ക് ശരിക്കും അങ്ങോട്ട് വറുത്ത് കിട്ടില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഏറ്റവും അധികം വറുക്കുമ്പോൾ ഫസ്റ്റ് കുറച്ചൊന്ന് വറുത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ മുരിച്ചലിൻ്റെ അളവ് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മളത് വറുത്ത് കോരി എടുത്ത് വെച്ച് കഴിഞ്ഞാലും ആ ചൂടോട് കൂടിയിട്ടിരിക്കുമ്പോൾ ആ കപ്പലണ്ടി നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മുരിയാത്ത പോലെ തോന്നും, ചെറുതായിട്ട്. പക്ഷേ നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നല്ല കറക്റ്റ് പാകമായിട്ട് വരും. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ ലാസ്റ്റ് ട്രിപ്പും വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഉണക്കമുളകും ഒന്ന് വറുത്തിട്ട് ചേർക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ മസാല കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ വറുത്തിട്ട് എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് തീ കൂട്ടിയിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കരുത്. തീ നന്നായിട്ട് കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള കപ്പലണ്ടി നമുക്ക് ശരിക്കും മൊരിഞ്ഞിട്ടില്ല. പിന്നെ ഇത് നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇത് ചൂടാറി കഴിയുമ്പോഴായിരിക്കും. ആ ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ചൂട് കൊണ്ട് ആ കപ്പലണ്ടി ഒന്നും കൂടി നന്നായിട്ട് മൊരിഞ്ഞ് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഇന്നിവിടെ നല്ല സ്നോയാണ്. ഇന്നലെ ഇവിടെ സ്പ്രിംഗ് ആയിരുന്നു. പക്ഷേ ഇവിടുത്തെ സ്നോ ഒന്നും മാറിയിട്ടൊന്നുമില്ല. ഇന്നിവിടെ കാലത്ത് തുടങ്ങിയിട്ട് നല്ല സ്നോയാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ വീഡിയോ. ഈ സ്ഥലം ഞാൻ ഇതിനു മുമ്പ് ഇന്നലെ ഞാൻ റെക്കോർഡ് ചെയ്ത് നിങ്ങളെ ഇതിനകത്ത് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് നേരം വെളുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കണ്ടമാനം സ്നോ വീണിട്ടുണ്ട്. ലാസ്റ്റ് വീക്ക് ഇവിടെ ഭയങ്കര സ്നോയും കാറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ 2 നല്ല ഭംഗിയുള്ള മരങ്ങൾ വീണു. കണ്ടേ?
അത് ഭയങ്കര സ്നോ ആയിരുന്നു ഇന്നലെ രാത്രി. ഞാൻ ഇതിനു മുമ്പ് ഏറ്റവും ആദ്യം കാണിച്ച വീഡിയോ ഇന്നലെ വൈകിട്ട് ഇവിടെ കാണിച്ചതാണ്. പക്ഷേ ഇന്ന് രാത്രി ഭയങ്കരമായിട്ട് വീണു ഇവിടെ.